Hi dear students, ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അതെന്താണ് പറയണത്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻസിൻ്റെ വാരിയസ് ഗോൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. സോ വൺസ് മോർ എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളത് പറയുകയാണ്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ രാജ്യങ്ങളുടെ ഇടയിൽ നടക്കുന്ന മോണിറ്ററി ഇന്ററാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയാം. രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ രാജ്യങ്ങളുടെ ഇടയിൽ കൺട്രീസിന്റെ ഇടയിൽ നടക്കുന്ന മോണിറ്ററി ഇന്ററാക്ഷൻസ് അതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളതിൽ പറയണത്. ദെൻ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ഫിനാൻസ് എക്സ്ചേഞ്ച് റേറ്റുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു, ഇൻഫ്ലേഷൻ റേറ്റുകളെ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മളൊരു ഇന്റർനാഷണൽ ഡെപ്റ്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് അസർട്ടൈൻ ചെയ്യാൻ, ഫോറിൻ മാർക്കറ്റ്സിനെ ജഡ്ജ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളത്. ഇനി നമ്മളിപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു വാട്ട് ആർ ദ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ഗോൾസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ഇന്റർനാഷണൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോണത് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന അഡീഷണൽ റിസ്ക് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയണത്. ഫസ്റ്റ് വൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ റിസ്ക്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇന്റർനാഷണൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് പുറമെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന്റെ ഒപ്പം അവർ ഏറ്റെടുക്കേണ്ടി വരുന്ന അഡീഷണൽ റിസ്ക് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്കും അതേപോലെ ഏതും പൊളിറ്റിക്കൽ റിസ്ക്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് അതിന്റെ പേരിൽ പറയണ പോലെ തന്നെ when the value of an investment fluctuates due to changes in a currency's exchange rate. ഒരു കൺട്രിയുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻസ് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യും. അതാണ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെ തന്നെയാണ് നമ്മൾ കറൻസി റിസ്ക് എന്നും എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്നും എഫ്എക്സ് റിസ്ക് എന്നൊക്കെ പറയണത്. അതായത് ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ വരുന്ന മാറ്റം, എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ച്, അത് ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ അതിന്റെ റിട്ടേണിനെ ബാധിക്കും. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഒരു ഫോറിൻ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. സോ ആ ഒരു ഫോറിൻ കൺട്രി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, അവരുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരു ഇന്ത്യൻ റുപ്പിക്ക് ഈക്വൽ ആയിട്ടുള്ളത് 0.014 US ആണ്. അതായത് 0.014 അതാണ് ഇന്ത്യൻ റുപ്പിയുടെ 1 റുപ്പി ഇന്ത്യൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം, കൂടുതൽ എമൗണ്ട് കൊടുത്താലാണ് US$ ഗെയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അല്ലെങ്കിൽ എഫ്എക്സ് റിസ്ക് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു വലിയൊരു റിസ്ക് ആണ്. അതായത് അവരുടെ സെയിൽസിനെയും റവന്യൂനെയൊക്കെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ റിസ്ക് ആണ്. ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഓർ പൊളിറ്റിക്കൽ റിസ്ക്. അതായത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ്, ഒരു കൺട്രിയുടെ ഗവൺമെന്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുത്തെ പോളിസീസിലും അല്ലെങ്കിൽ അവിടുത്തെ ലെജിസ്ലേഷൻസിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അത് ഫോറിൻ കമ്പനീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുത്തെ പോളിസീസിലും അല്ലെങ്കിൽ അവിടുത്തെ ലെജിസ്ലേഷൻസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഫോറിൻ കമ്പനീസിനെ അല്ലെങ്കിൽ ഫോറിൻ ബിസിനസ് ഓർഗനൈസേഷൻസിനെ അഡ്വേഴ്സ് ആയിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു.
അതായത് ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, എന്തിനാ ട്രേഡ് ബാരിയേഴ്സ് കൊണ്ടുവരുന്നത്? ഇന്റർനാഷണൽ ട്രേഡിനെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിനെ ലിമിറ്റ് ചെയ്യാൻ ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള പോളിസി ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ്. ദെൻ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, അഡീഷണൽ ആയിട്ട് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ താരിഫ് റിക്വസ്റ്റ് ചെയ്യാണ്. വേറൊരു രാജ്യത്തിന് ഇവിടെ എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന് ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ഒരുക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഫണ്ട് അല്ലെങ്കിൽ താരിഫ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരു പോളിസി ചേഞ്ച് ആണ്. അത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഫോറിൻ കമ്പനീസിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ താരിഫും കോട്ടാസ് ഒക്കെ ഹൈ ആയി സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ ഫോറിൻ കമ്പനീസിനെ എഫക്ട് ചെയ്യുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഹൈ താരിഫ് റേറ്റുകൾ, ഹൈ കോട്ടാസ് അല്ലെങ്കിൽ അഡീഷണൽ ഫണ്ട് റിക്വസ്റ്റുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ഫിനാൻസിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. അവരുടെ സെയിൽസ് റവന്യൂ കുറയുന്നു, അവരുടെ പ്രോഫിറ്റ് കുറയുന്നു, അവർക്ക് അഡീഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്യുന്നു. യെസ്, ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ റിസ്കിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് അതിനാണ് കൺട്രീസ് ഒക്കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സിന് ഒരു എക്സാമ്പിൾ ആണ് നാഫ്റ്റ, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഇതേപോലെ മറ്റ് എഗ്രിമെന്റ്സ് ഉണ്ട്, ഈ സിമിലർ നാച്ചുറലുള്ള മറ്റ് എഗ്രിമെന്റ്സും ഉണ്ട്. ട്രേഡ് ബാരിയേഴ്സിനെ, നമ്പർ ഓഫ് ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള മെഷേഴ്സ് ഒന്നും, നോട്ട് ഓൾ ഓഫ് ദീസ് മെഷേഴ്സ് ആർ സക്സസ്ഫുൾ. ഇത്തരത്തിലെടുത്തിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മെഷേഴ്സ് ആയിക്കോട്ടെ, അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്പനീസിന്റെ ബിസിനസ്സിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ ട്രേഡ് ബാരിയേഴ്സ് വരികയാണ്, താരിഫുകളും കോട്ടാസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താനാണ് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് പോലെയുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ പൊളിറ്റിക്കൽ റിസ്കിൽ പറയുന്നത് ഇത്രയാണ്, ഫോറിൻ കൺട്രീസിന്റെ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലെജിസ്ലേഷൻസിൽ, അവരുടെ പോളിസീസിൽ അവരുണ്ടാക്കുന്ന ചേഞ്ചസ് കമ്പനീസിന്റെ പ്രോഫിറ്റിനെയും അവരുടെ ഗ്രോത്തിനെയും ഓവറോൾ സക്സസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടോ അതിലധികമോ കൺട്രീസ് മോണിറ്ററി ഇന്ററാക്ഷൻസിൽ എൻഗേജ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് നമ്മൾ പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റുകളെ ഡിറ്റർമൈൻ ചെയ്യാൻ, ഇൻഫ്ലേഷൻ റേറ്റുകളെ കമ്പയർ ചെയ്യാൻ, അതേപോലെ ഡെറ്റ് സെക്യൂരിറ്റീസിലെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ, ഇക്കണോമിക് സ്റ്റാറ്റസ് അസർട്ടൈൻ ചെയ്യാൻ, ഫോറിൻ മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഇന്റർനാഷണൽ ഫിനാൻസിൽ എൻഗേജ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അലോങ് വിത്ത് ദ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് റിസ്കുകളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാ പറയണത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കും ഉണ്ട്, പൊളിറ്റിക്കൽ റിസ്കും ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാവുന്നതാണ്. ദെൻ പൊളിറ്റിക്കൽ റിസ്ക് ആണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ റൂൾസും പോളിസീസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ് പൊളിറ്റിക്കൽ റിസ്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.